ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദേശോപ്പായി സന്ധ്യയുടെ ആപത്തിൽ അപ്പൻ്റെ നിർഭാഗത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് അടിയങ്ങൾക്കായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്ന കർത്താവേ, ഈ ആലയത്തിൻ്റെ പരിസരവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൂതന്മാരുടെ കാവലെ തന്ന് കർത്താവെ അവിടുത്തെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി വന്നെത്തിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പാപിതാവെ എന്ന് വിളിക്കാനുള്ള ആ സ്വപുത്രൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചവർക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനോടുകൂടി സകലം നൽകിയിരിക്കാൻ സ്തോത്രം കർത്താവെ. ഇനിയും വരാനിരിക്കുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടെ വഴിയാത്രയിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അനേകം കുറവുകളും കുറ്റങ്ങളും ഉണ്ടെന്ന് സമ്മതിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കുകയാണ് കർത്താവെ. പ്രശംസിക്കാൻ അടിയങ്ങൾക്കൊന്നുമില്ല എൻ്റെ കർത്താവെ. അവിടുന്ന് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അവിടുത്തെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനും ഒന്നുമില്ല കർത്താവെ. ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കോ ദൈവശക്തിയാവുന്നുവെന്ന് വചനം പറയുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ആ ദൈവശക്തി രുചിച്ചറിയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാരക്തത്തിന് മുമ്പാകെ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക് നോക്കി കർത്താവെ, ഞങ്ങൾക്ക് അല്പനേരം അപ്പൻ്റെ പാതിലിരിപ്പാനുള്ള കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആപത്തപകടങ്ങൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു പകൽക്കാലം കൂടെ ഞങ്ങളെ വിട്ടുപോയി കർത്താവിൻ്റെ അത്യന്ത കൃപയാൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ ഹൃദയ നിരൂപണത്തെയൊക്കെ ദൂരത്തു നിന്നേ അറിയുന്നവനായ കർത്താവെ, അടിയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ വചന കേൾവി കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ കർത്താവെ, ക്രിസ്തുവിൻ്റെ തലയോളം ഞങ്ങൾക്ക് കർത്താവ് വളരുവാൻ തക്കവണ്ണം, ആത്മാവിൽ വളരുവാൻ തക്കവണ്ണം കർത്താവോട് ഒന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സകല മാനവും മഹത്വ യേശുവിനെ, സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അൻപത്തിയഞ്ചാമത്തെ എത്ര നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ.
ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപയേകുമീ പൈതലേ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപയേകുമീ പൈതലേ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ താമസമില്ല എൻ കാന്തൻ വരാറായി കാഹളധ്വനി എൻ കാതിൽ കേൾക്കാറായി താമസമില്ല എൻ കാന്തൻ വരാറായി കാഹളധ്വനി എൻ കാതിൽ കേൾക്കാറായി കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിയിടും ആട്ടിടും പാടിടും ദൂതരോടൊന്നിച്ച് കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിയിടും ആട്ടിടും പാടിടും ദൂതരോടൊന്നിച്ച് എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എണ്ണിയാ തീർന്നിടാ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എണ്ണിയാ തീർന്നിടാ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നൂറ്റിയേഴ് സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് ആഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് ആഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ കാണിടും വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ കാണിടും സിയോൻ സഞ്ചാരി
പൊന്മുടി നൽകിയ ലോകമേ ജീവനും പേരെനിക്കെന്തിനാ പൊന്മുടി നൽകിയ ലോകമേ ജീവനും പേരെനിക്കെന്തിനാ സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ പാപവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും പാപവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ എന്നെ തേടുന്ന സന്തോഷമോടതാൻ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനേ എന്നെ തേടുന്ന സന്തോഷമോടതാൻ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനേ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്നറിയില്ല ഞാൻ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്നറിയില്ല ഞാൻ സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ പാപശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലോ ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയിടാം പാപശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലോ ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയിടാം അമ്മയെ കങ്കണം നൽകുമെൻ ഈശോയിൽ എൻ മനം വിശ്രമം നേരിടും അമ്മയെ കങ്കണം നൽകുമെൻ ഈശോയിൽ എൻ മനം വിശ്രമം നേരിടും സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ നാൽപ്പത്തിനാല് യേശുവിൻ സാക്ഷികൾ നമ്മൾ അവന്റെ വിശുദ്ധ ജനം നമ്മൾ യേശുവിൻ സാക്ഷികൾ നമ്മൾ അവന്റെ വിശുദ്ധ ജനം നമ്മൾ ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ സ്തുതിക്കാം
ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം സ്തുതിക്കാം ഹല്ലേലൂയ ശത്രുവിൻ ശക്തികൾ തകർന്നിടട്ടെ ശക്തിയ സഭകൾ വളർന്നിടട്ടെ ശത്രുവിൻ ശക്തികൾ തകർന്നിടട്ടെ ശക്തിയ സഭകൾ വളർന്നിടട്ടെ ഐക്യമായി നിന്നു ഭേദ ചെയ്തിടാം സത്യമായി മുന്നേറിടാം ഐക്യമായി നിന്നുതാൻ ഭേദ ചെയ്തിടാം സത്യമായി മുന്നേറിടാം സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം സ്തുതിക്കാം ഹല്ലേലൂയ ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട് മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട് ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട് മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട് സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം സ്തുതിക്കാം ഹല്ലേലൂയ ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട് വൻകട ഘോരമായി പിന്നിലുണ്ട് ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട് വൻകട ഘോരമായി പിന്നിലുണ്ട് ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാത്തിടാം 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 സ്തുതിക്കാം ഹല്ലേലൂയ ആത്മാനത്തെ കർത്താവിന്റെ കരങ്ങൾ സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 103 സങ്കീർത്തനം.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ തിരുനാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകർത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മോടെ തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവനെല്ലാം ഇപ്പോഴും പരിശ്രമിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ തന്നെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പനെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാവുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷന്മാരായി അവന്റെ സകല സൈനികമായുള്ള യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ സകല പ്രവർത്തനങ്ങളെ പതിനേഴാമത്തെ വാക്യം. യഹോവയുടെ ദയയോ എന്നുമെന്നേക്കും ദൈവത്തിൻ്റെ ഭക്തന്മാർക്കും ദൈവത്തിൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഒക്കെ വളരെ സന്തോഷമുള്ള ഒരു ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ മക്കൾക്ക് പോലും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ നീതിയും ഉണ്ടാകുക എന്നുള്ളത്, അതിൻ്റെ വിലയെക്കുറിച്ച് പലരും ചിന്തിക്കാതെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും. ഈ ദൈവ കൽപ്പനകളൊക്കെ പ്രമാണിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ദൈവ കൽപ്പന എന്ന് ദൈവവചനം കേൾക്കുന്നവർക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയ കിട്ടുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യമാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നല്ലോ അല്ലേ? വിലാപങ്ങളുടെ പുസ്തകം 10-ാമത്തെ വാക്യം. മൂന്നിൻ്റെ 22. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ യഹോവയുടെ ദയയാണ്. ഞാൻ മുടിഞ്ഞു പോയവനായിരുന്നു, മുടിയൻ പുത്രനായി, പള്ളി പോകുന്നവനും കുർബാന അനുഭവിക്കുന്നവനൊക്കെ ആയിരുന്നിട്ട് എന്തുകൊണ്ട് മുടിഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ദയ കിട്ടി. 32-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലാണോ, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റി. അന്ന് സമ്പത്തിൽ ആശ്രയിച്ചു, മനുഷ്യരിൽ ആശ്രയിച്ചു, മനുഷ്യരായ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചുമൊക്കെ നടന്നത് ഒരു കാര്യം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദയ എനിക്ക് മാത്രമല്ല മക്കൾക്കും കൂടെ തരുന്ന, മക്കളുടെ മക്കൾക്കും തരുന്ന അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? ഇവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 13-ാം വാക്യത്തിലെ പാട്ട് ഞാൻ ഒരു പ്രാവശ്യം അമ്മൂനോടൊക്കെ പറഞ്ഞായിരുന്നു, അല്ലേ? 13-ാമത്തെ വാക്യം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കരുണ തോന്നും. ഓർമ്മ എന്നാ പാട്ട്? മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം
കുറുവരെയും അല്ലേ, നമ്മളെല്ലാം ഞായറാഴ്ച പാടുന്നില്ല. പക്ഷെങ്കിൽ പാട്ട് പാടി പോകുന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറയാണ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട്. അത് മുമ്പ് നമ്മൾ വായിച്ച 17-ാം വാക്യത്തിലെ ഇതും കൂടെ 18-ാം വാക്യം കൂടെ നമുക്ക് പാട്ടിനടുത്ത് പാടുന്നുണ്ട്. പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായക്കാർ അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. അതറിയാം ആ പാട്ട്. നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും പാറയ്ക്കുമോ. എവിടെ മനസ്സിലായി? 103-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യമാണ്. നിൻ പുത്രന്മാർ കാത്തിടും എങ്കിൽ, അതായത് നമ്മുടെ മക്കള്, നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, മക്കള് ഈ ദൈവത്തിൻ്റെ കൽപ്പന കാക്കുമെങ്കിൽ, എൻ്റെ നിയമത്തെ ഞാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച് 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്റെ യൗവനം കടുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം ദൈവം നിന്റെ വായിക്ക് നന്മ കൊണ്ട് നിർത്തി വരും. ഞാൻ ആദ്യമൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, യൗവനം കടുകനെ പോലെ, ഇപ്പം ഞങ്ങളൊക്കെ കടുംപെട്ടിയിലായിരിക്കുകയാണ് അല്ലേ, ഇനി എങ്ങനെയാ ഇപ്പം 60-65 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഉറി മദ്ദളത്തോട് പറഞ്ഞ മാതിരി നടുവേദനയാ, തലവേദനയാ, മുട്ടിന് വേദനയാ, അപ്പടി ഉവാവാണ്, ക്ഷീണമാണ്, ഇതൊക്കെ നമ്മുടെ നിത്യ വർത്തമാനങ്ങളാണ്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്ന നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തൊക്കെ വേണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. ഇന്നൊരു അപ്പൻ്റെയും മകൻ്റെയും ഫോട്ടോ ഞാനിങ്ങനെ കണ്ടു. അപ്പം പുള്ളി അപ്പൻ്റെയും മകൻ്റെയും കൂടെ ഫോട്ടോ കണ്ടപ്പോൾ ഈ അപ്പനൊരു 67 വയസ്സ്, മകനൊരു 34-35 വയസ്സാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അപ്പനേക്കാളും പ്രായം മകനാണ്. അപ്പന് 35 വയസ്സ് പോലും ഇല്ല. മനസ്സിലായോ കാര്യം? ഇവിടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയതല്ല, പുള്ളി തലയിൽ ഇച്ചിരി പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ യൗവനം കഴുകനെ പോലെ പുതുകിയതാണ്. എന്നാൽ ഇവിടെ ദൈവം നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ഇന്ന് ഒത്തിരി പേര് ഇങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഇപ്പം ഇങ്ങനെയാണ്, ഒന്നിനും രുചിയില്ല, വിശപ്പില്ല, ഇങ്ങനെ ഇപ്പം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവ്. ആ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ഞങ്ങളുടെയൊക്കെ ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ കൊതിക്കുന്നുണ്ട്, ആ യവൻ ഓടി നടന്ന് ചാടി നടന്ന് ആ കുതിരപ്രായമൊക്കെ പോയല്ലോ, ഇനി അത് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴും ഇവിടെ ദൈവം പറയുകയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആ കർത്താവിൻ്റെ കാര്യങ്ങൾ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ കരുണ നിന്നെ അണിയിക്കുന്നു. ധനവാൻ മരിച്ചു അടക്കപ്പെട്ടിട്ട് നാശത്തിലേക്കാണ് പോയി, കുഴിയിലേക്കാണ് പോയി. എന്നാൽ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് ഓർത്ത് സന്തോഷിക്കണം. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നാശത്തിലേക്കല്ല പിന്മാറുന്നത് അല്ലേ? എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, എത്ര 35ആണോ? വൈദ്യുവിന് പറഞ്ഞിട്ടുണ്ട്. നാമോ 39, എബ്രായർ 10:31. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പം നേരത്തെ നമ്മൾ വേറൊരു കൂട്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നില്ലേ? ഇപ്പം ആ കൂട്ടത്തിൽ വലിയ പഴയ പോലെ പോക്കില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. വേറൊരു കൂട്ടമുണ്ട്, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടം. നമ്മൾ ഉറപ്പ് വരുത്തണം, നമ്മളിന്ന് ആ രക്ഷ പ്രാപിച്ചവരാണ് അല്ലേ? രക്ഷ പ്രാപിച്ചവരുടെ, ആ യേശുവിനെ സ്വീകരിച്ചവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം, നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നമ്മളെ അനുഗ്രഹിച്ച് സകല രോഗങ്ങളെ സൗഖ്യമാക്കി നമ്മുടെ സകല പാപങ്ങളും മോചിച്ചു തരുന്ന നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാൻ സാധിച്ചു കടന്നു വന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് പൊങ്ങത്താനത്തെ റെനിയുടെ മകനെ പനിയാൻ ഭാരപ്പെട്ട ഭവനത്തിലായിരിക്കുന്നു. ആ മകനെ നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
ആലമ്പള്ളിയിലെ ജെസ്സിയുടെ അച്ചായന് വാർദ്ധക്യ സഹജമായ അവശതയിലാണ്. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരുന്ന കൊച്ചേരിയിലെ കുരിയച്ചാൻ ഡിസ്ചാർജായി ഭവനത്തിൽ വന്നിട്ടുണ്ട്. കുരിയച്ചാന് വേണ്ടി കൃപ കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ വി എസ് കുരിസാൻ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുളത്തെങ്കിലെ മോളിയാൻ്റിയുടെ മുന്നോൻഷാൻ്റെയും മകൻ റോഷിൻ്റെ ഭാര്യ ലിജിയുടെ പാസ്പോർട്ട് വിസ പുതുക്കി കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് ലഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് ലഭിക്കുവാനുള്ള തടസ്സങ്ങളൊക്കെ മാറി ലിജിക്ക് അത് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ മകൻ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകമേൻ, യേശുവിൻ സന്ധ്യായ സമയത്ത് കർത്താവേ പല ദേശങ്ങളിലെ പല മതങ്ങളിലായിരിക്കും അടിയങ്ങൾക്ക് കർത്താവേ ഈ ആലയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുവാൻ പോണം നമുക്കായിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ ഈ ആലയവും പരിസര യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഒരു ദൂഷണം ശത്രുവടാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എൻ്റെ യേശുവേ എന്ന് പകൽക്കാലം കർത്താവേ അടിയങ്ങളെയൊക്കെ അവിടുന്ന് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ ജീവനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നൊക്കെ അവിടുന്ന് കാത്തു പരിപാലിച്ച് ആ പാതവിടത്തി കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ രണ്ടോ മൂന്നോ പേരെ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്ക് വന്ന കർത്താവ് നീ മധ്യത്തിൽ കടന്നു വന്നിരിക്കാൻ സ്തോത്രം. കർത്താവേ ഒരു ചെറിയ കൂട്ടമായി ഇത്രയും പേർക്ക് കർത്താവിൻ്റെ പാതവിടത്തിൽ കടന്നു വരുവാനും കർത്താവിനെ ആരാധിക്കാനും ഒക്കെ നന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവനും ധ്യാനിക്കാനും ഒക്കെ നന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ യേശുവേ അങ്ങയുടെ പാതവിടത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാളും ഉത്തമമാണല്ലോ നാഥ. അടിയങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ ഓരോ ഞായറാഴ്ചകളിലും യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് തരുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്നു അടിയങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളുമാക്കി തീർത്ത വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. കർത്താവേ എൻ്റെ യേശുവേ കൂടി വരുവൊക്കെ അടിയങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ വെറുതെ വന്ന് വെറുതെ പോകുന്നവരായിട്ടല്ല നാഥ, അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുവാൻ കൊണ്ട് അടിയങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അടിയങ്ങളെ ഒരു കുറവുകളെയൊക്കെ ഈശ്വരയൊന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നോട്ടത്തിലെ ചിന്തയിലെ പ്രവൃത്തിയിലൊക്കെ അടിയങ്ങളിൽ വന്നു പോയിട്ടുള്ള പാവകളെയൊക്കെ ആ തിരക്കത്താൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബമായി ആ പാദമെടുത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ മക്കളെയൊക്കെയും ചെറുതുമായ എല്ലാ ആവശ്യഭാരങ്ങളിലും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ സാധിക്കാതെ മക്കളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോൻചായനെ കുടുംബമായി അമ്മയുടെ പാദമെടുത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം അവിടുന്ന് വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തി ഓരോ ദിവനവും വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ അനിയാനിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിചാരങ്ങളെ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരെയൊക്കെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ
അടിയൻ താഴ്ത്തിരിക്കുകയാണ് കർത്താവെ. പനിയുടെ ഭാരത്തിലായിരിക്കുന്ന കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൂർണ്ണമായ വിടുതല സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ. ആണ് പാടുള്ള കാലം തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഉച്ച തൊട്ടുള്ള കാല് വരെ ഒന്ന് തൊട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം എൻ്റെ കുഞ്ഞിന് മേലയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശുദ്ധയായ സ്ത്രീയിലൊക്കെ ആയിരുന്നു കർത്താവെ. ഭവനത്തിൽ കടന്നു വന്ന അടിയങ്ങൾ അറിയുന്ന അവിടുന്ന് കർത്താവ് പൂർണ്ണമായ വിടുതല സൗഖ്യം അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സാറിനായടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വാർദ്ധക്യ സഹജമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവ് അവിടുന്ന് വിടുവിച്ച് ബലപ്പെടുത്തണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജെസിയുടെ ചൈനീകരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. വാർദ്ധക്യമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അവനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ കർത്താവെ, പാസ്പോർട്ടിന് ബുദ്ധിക്കട്ടുവാനായിരിക്കുന്ന മക്കൾക്ക് കർത്താവ് ഇത്രയും അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് കിട്ടുവാൻ തക്കോണം യേശു അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്ന അടിയങ്ങളുടെ അഭിപ്രായം കുഞ്ഞുങ്ങളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പോൾ തക്ക സമയത്ത് തക്ക തുണകളെ കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. യേശുവേ സ്തോത്ര. അല്പസമയം കൂടി അടിയങ്ങളെ പാദമെടുത്തിരിക്കുന്ന കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ക്രൂസിൻ്റെ മറവിൽ അവിടുന്ന് മറച്ചു നിർത്തി അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസഫലകയിൽ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് 30-60 പല അടിയങ്ങളിൽ പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദുഷ്ടകൃത്യങ്ങളാതെ എൻ്റെ കർത്താവ് അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ കർത്താവിലുള്ള വിശ്വാസമായി പരിണമിച്ച് കർത്താവെ അടിയങ്ങൾക്ക് ഓരോരുത്തർക്ക് ഉപകാരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ എന്ന് കടന്നു കർത്താവെ, അടിയൻ്റെ കുറവുകളോ ബലഹീനതകളോ എൻ്റെ യേശുവെ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോട് അവസാനം അവിടുത്തെ കൃപാടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലമേ ആരാധിക്കാനും വചനങ്ങൾക്ക് ശ്രമിക്കാനും തക്കോണടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ത്യപരിയ ക്രിസ്തുവാകുന്ന ഉറച്ച കാരണമേൽ ആശ്രയം വെച്ച് ജീവിക്കാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നാലും രക്ഷകന്റെ പാതപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണമേ സ്വർഗ്ഗം. ആരാധനയ്ക്കായിട്ട് എഴുന്നേക്കാം. പാഠപുസ്തകത്തിലെ 10-ാമത്തെ അത്ഭുതമേശുവിൽ നാമം യഹോവയിലേമോ ഉയർത്തിടാ. അത്ഭുതമേശുവിൽ നാമം യഹോവയിലേമോ ഉയർത്തിടാ. എല്ലാരും ഏകമായി കൂടി എല്ലാരും ഏകമായി കൂടി Quiero
Uy,
ആത്മാവിൽ നമ്മളെ നിറച്ച കർത്താവിനെ കരങ്ങളെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഈ സന്ധ്യാസമയത്തിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ അല്പസമയം ഇരുപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പാടുവാനും ആരാധിപ്പാനും കർത്താവെ നിന്റെ സന്നിധിയിൽ വചനം പറയുവാനും ഒക്കെയും ഞങ്ങൾക്ക് അത് യോഗ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. സ്വർഗ്ഗത്തെ സിംഹാസനം ഭൂമി അങ്ങയുടെ പാതപീഠത്തിലിരുന്ന് അല്പസമയം കർത്താവെ നിന്റെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പല ദേശങ്ങളിൽ നിന്നും പല ഭവനങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളാണ് കർത്താവെ. ഇവിടെയൊക്കെ ഈ സമയം കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം സ്തോത്രം കർത്താവെ. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് നിന്റെ മധ്യത്തിൽ ഞാൻ കടന്നു വരുമെന്ന് അരുളി ചെയ്തവനായ കർത്താവെ, ആ സാന്നിധ്യം ഈ മധ്യത്തിലുള്ളതിനായി അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങൾ ബലഹീനരും മനുഷ്യരുമാണോ എങ്കിലും കർത്താവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഇന്നും ജീവിക്കുന്ന കർത്താവെ. അവിടുത്തെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പാപികൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും അങ്ങ് ഭൂമിയിൽ വന്നുവല്ലോ കർത്താവെ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണല്ലോ കർത്താവ് അങ്ങ് ക്രൂശിൽ കയറിയത്. ആ ക്രൂശിൻ്റെ രക്തത്താൽ ഇന്ന് ഞങ്ങളെ കഴുകണമേ. ഇന്ന് ആ ക്രൂശിൻ്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവെ. ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ വിശുദ്ധരായി തീരട്ടെ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ വചനം പറയുന്ന മകനെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബലഹീനതകളുടെ നടുവിലും കർത്താവ് നിന്റെ മകനെ നിർത്തിയിരിക്കുന്നതോർത്ത് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ സ്തോത്രം. വചനം കേട്ടിട്ട് ഞങ്ങളെ തന്നെ പോകുന്നവരാകാതെ കർത്താവ് ആ വചനത്തിൽ നിലനിൽക്കുന്നവരും ഞങ്ങൾ ആ വചനം കേട്ടിട്ട് അനുഗ്രഹിക്കുന്നവരുമായി തീരട്ടെ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്ര യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ